നല്ല കാര്യങ്ങളല്ലാന്ന് എനിക്ക് മനസ്സിലായി. വാട്ട് ഡു യു തിങ്ക് ജഗദീഷ് ചേട്ടാ? Well done. Thank you, sir. Thank you so much. നീലിമ വളരെ കോൺഫിഡന്റ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇവരെ നോക്കി ഇത്രയും ധൈര്യത്തോടെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. സാധാരണ ഇവരാണ് കണ്ടസ്റ്റൻസിനെ കളിയാക്കാറുള്ളത്. ഇത് കളിയാക്കിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കോൺഫിഡന്റ് ആയിട്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവരുടെ ജഡ്ജ്മെന്റിൽ അതിന്റെ മറുപടി ലഭിക്കുന്നതാണ് എന്റെ വിശ്വാസം. എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്ന് അവരെന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, രണ്ടുപേരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചിത്രയെ ഒഴിവാക്കിയത് നന്നായി, എന്നെ ഒഴിവാക്കിയതിന് സ്പെഷ്യൽ താങ്ക്സ്. നന്നായിരുന്നു, പാട്ട് നന്നായിരുന്നു. ഈ പാട്ടിനൊരു എന്താ പറയാ, ഒരു വിഗർ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ആവാമായിരുന്നു. ഇതിപ്പോ ബിഗിനിങ് സ്റ്റേജിലായോണ്ടായിരിക്കാം നീലിമ കുറച്ചൊരു ഒന്ന് ഇളകാതെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ സ്മാർട്ടായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. വസുന്ധരാദാസിന്റെ പാട്ടാണ്, അറിയാലോ. രാവണപ്രഭുവിൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. വളരെ സ്മാർട്ടാണ്, നീലിമയെ പോലെ തന്നെ വളരെ സ്മാർട്ടാണ്. ഐ ആം ഗോയിങ് ടു ഗിവ് യു 7 out of 10. 7 out of 10. ചേച്ചി നീലിമ, മോള് നന്നായിട്ട് പാടി കേട്ടോ. ഈ ഒരു പാട്ടിനെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചും എന്താ പറയേണ്ടെന്ന് അറിയാമോ, നല്ല റേഞ്ച് ആണ്. മോളുടെ ബേസ് ഒക്കെ നല്ല ഇതുണ്ട്. ഓപ്പൺ വോയിസിലാണോ പാടിയാ? അതെ, ഓപ്പൺ വോയിസിലാണ്. എത്ര വരെ പോവും മേലെ? ഈ ബേസ് പാടുന്ന അത്രയും തന്നെ മോൾക്ക് മേലെയും കിട്ടും? മുകളിലേക്ക് പ്രശ്നമില്ല, പാടാൻ പറ്റും. എനിക്കിന്ന് ഇതിനകത്ത് പാടിയതിനകത്ത് കുറെ സ്ഥലത്ത് ശ്രുതിയുടെ പകൽ പന്നിരണ്ട് ഒരു അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഒരു അവിടേക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നിയ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ പാടുമ്പോ? അവിടെ സംശയമല്ല, എനിക്ക് വോയിസ് ഇച്ചിരി ഷേക്ക് ആയെന്ന് തോന്നുന്നു. അവിടെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ പോലെ തോന്നി എനിക്ക് ആ പോർഷനിലൊക്കെ. ചെറിയ ചെറിയ സംഗതികൾ വരുന്നുണ്ടല്ലോ അതിനകത്ത്, അതിനൊക്കെ കുറച്ചൊരു ഒരു ക്ലാരിറ്റി വരാം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞാൻ മോൾക്ക് 23 out of 30. ശ്രീയേട്ട? നീലിമ, എൽസ, പറയൂ. എൽസ, ഡൊമിനിക്, എന്താണ് ഇത്രയും നീളത്തിലുള്ളൊരു പേര്? നീലിമ ഡൊമിനിക് എന്ന് പോരെ? ഡൊമിനിക് എന്റെ ഫാദറിന്റെ പേര്, എൽസ എന്റെ ഗ്രാൻഡ് മദറിന്റെ പേര്. അപ്പൊ അങ്ങനെ ഭയങ്കര എൽസ ചർച്ച് നെയിം. ഓ അത് ശരി. അങ്ങനെ അവളുടെ എന്താണ് നീളത്തിലിട്ടിരിക്കുകയാണ് അല്ലേ പേര്? അപ്പൊ എന്താണ് വിളിക്കുന്നത് വീട്ടില്? നീലി, കള്ളിയങ്കാട്ട് നീലി. എന്തായാലും നന്നായിരുന്നു, വെരി ഗുഡ്. താങ്ക് യു സർ. കുറച്ചുകൂടെ പവർ വേണം. അതായത് ബേബി ആ അവര് പാടിയ ഒരു വിഗർ ഉണ്ടല്ലോ, ഒരു സ്പിരിറ്റ്, അത് നീലിമ പാടുമ്പോഴത്തേക്ക് അതങ്ങ് ഷക്കലക്ക ബേബി തനനനനേനി തനനനരോഗലയ അങ്ങനെ പോകുന്നു. ഷക്കലക്ക ബേബി എന്നൊക്കെയുള്ള അതിന്റെ ആ ഒരു എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാവും സോങ്ങിന്. പിന്നെ ശരത്തിനെ നോക്കി എന്ത് വേണേ പറഞ്ഞോ, ശരത്തിന് ഇഷ്ടമാണ് കേട്ടോ. അണ്ണാച്ചി ഇനി പറയും. എന്തായാലും നീലിമയ്ക്ക് 22 മാർക്ക്. 22 out of 30. ശരത് സർ? നീലിമ, തുടക്കം കൊള്ളായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു. ആ കമ്പിയിലൊക്കെ തൂങ്ങിയിട്ട് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് ചാടാനായിരിക്കും ഷക്കലക്ക ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. കൊള്ളായിരുന്നു, തുടക്കമൊക്കെ കൊള്ളായിരുന്നു. പിന്നെ മുകളിൽ പാടാൻ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഈ പാവം ചേച്ചി എന്തിനാ പറ്റിച്ചത്? മുകളിൽ മോക്ക് സ്ട്രെയിൻ ഉണ്ടായിരുന്നു, മേളിലോട്ടൊന്നും പോകുന്നില്ലായിരുന്നു, വലിയ കഷ്ടപ്പാടായിരുന്നു. അതാണ് അതെങ്ങനെ വരുന്നത്? ഓപ്പൺ ത്രോട്ടിൽ പാടാൻ അത് രണ്ടും കൂടെ ഒന്നീ ഷക്കാലക്ക ഇല്ല മറ്റേതെന്ന് പറഞ്ഞോണം. അത് രണ്ടും പാടാൻ പറ്റണ്ടേ? മേളിലും പാടാം, മേളിലും മോക്ക് എത്തിയിട്ടേ ഇല്ല. മേളില് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇതങ്ങോട്ട് ഈ ഒരു ടിമ്പർ പാട്ട് മോക്കൊണ്ട് മേപ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു കള്ളിയങ്കാട് ഫീല് വന്നു അവിടെ കേട്ടോ. ഒരു സ്റ്റൈലുണ്ട് പാടുന്നില്ല കേട്ടോ, വേണ്ട. പക്ഷെ അത് കുറേ ഡെവലപ്പ് ചെയ്യാൻ കിടക്കുന്നു, കുറേ ഡെവലപ്പ് ചെയ്യണം. ആ ഫാൾസെറ്റ് ഒക്കെ കറക്റ്റ് ആക്കണം. അപ്പൊ ഇതൊക്കെ ശരിയാക്കിയാല് കൊള്ളാം. പക്ഷെ എന്നെ എന്തോ പറഞ്ഞാലും എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞത് ബോറത്തര അണ്ണാച്ചി പറഞ്ഞത്. ചിലതൊക്കെ പറഞ്ഞ ഇഷ്ടമാണ്. അണ്ണാച്ചി കള്ളം പറയല്ലേ? ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്? ചെവിയിൽ പറഞ്ഞില്ലേ? ഇല്ലേ പറഞ്ഞില്ലേ? ഞാനോ? അല്ല, ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്താണെന്ന് അറിഞ്ഞൂടാ. അല്ലേ ചിത്ര പറഞ്ഞില്ലേ? ചേച്ചി പറയത്തില്ല. അല്ല, അങ്ങനെ പന്തിയിൽ ഭക്ഷണം പാടില്ല കേട്ടോ. ചേച്ചി പറയത്തില്ല, ചേച്ചി കള്ളം പറയത്തില്ല. അണ്ണ മയക്കി വെച്ചോളൂ. മോളെ എന്താ പറഞ്ഞത്? മുടിയൻ
കുടിയാനെന്നാ? അല്ല മുടിയൻ. ശരത് സാറിനല്ലേ പറഞ്ഞ മുടിയൻ? മുടിഞ്ഞോട്ട്. ആര്? ഞാനല്ലേ പറഞ്ഞ, നീലിമ പറഞ്ഞ. എന്നെ പറഞ്ഞവരാരും ഗുണം പിടിച്ചിട്ടില്ല രഞ്ജിനി. കാറൊക്കെ ഓടിക്കുന്ന സൂക്ഷിച്ചു. നീലിമ, മോളെ 22 marks. 22. So Nilima, your total marks 23 plus 22 plus 22 plus 7, 74. 74 marks ആണ്, which is നീലിമ നന്നായി പാടി. Okay. കറക്റ്റ് മാർക്കാണ്. 74 മാർക്സ് കുറഞ്ഞൊന്നും പോയിട്ടില്ല അല്ലേ? നല്ല മാർക്കാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ജഡ്ജസ് കുറെ തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ആക്കി അടുത്ത റൗണ്ടിൽ എനിക്ക് വരണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും SMS ആവശ്യമാണ്. എല്ലാവരും SMS ചെയ്യണം. എനിക്ക് SMS ചെയ്യേണ്ട ഫോമാറ്റ് ISS സ്പേസ് നീലിമ NEELIMA